നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. തമന്നയാണോ എന്ന് ചോദിച്ച് പലരും സെൽഫി എടുക്കാനൊക്കെ വന്നിട്ടുണ്ട് സത്യാമേ. തമന്നയോ? അതാരാ? അല്ല സത്യാമേ, ഞാൻ ഈ ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോ എടുത്ത വീഡിയോയാ. വീട്ടിൽ പോയപ്പോ എടുത്ത വീഡിയോയോ? അതിന് നീ എപ്പോഴാടി അവളുടെ വീട്ടിൽ പോയത്? ഉള്ള സത്യം പറഞ്ഞ സത്യയുടെ പേരും കൂടി പറയേണ്ടി വരും. അതോടെ സത്യാമ്മ എന്നെ അടിച്ചു കൊല്ലും. എടി നീ പറഞ്ഞ വീഡിയോ എവിടെയാന്ന്? പപ്പി, ഇവള് കള്ളു കുടിക്കുകയും പുക വലിക്കുകയൊക്കെ ചെയ്യുന്ന വീഡിയോ എവിടെയെന്ന്? സത്യമേ, അവളങ്ങനെ കള്ളം പറയില്ല. എന്നാ നീ കാണിച്ചാടാ ആ വീഡിയോ എവിടെയാന്ന്? ദേ, വീട്ടിൽ കയറി വരുന്ന മാന്യമാരെ അപമാനിക്കാൻ നിന്നാണല്ലോ. നോക്ക്, തോലി പൊളിച്ചെടുക്കും ഞാൻ. മോളെ വഴക്ക് പറയേണ്ട സത്യാമേ, അവൾക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിയതായിരിക്കും. ഏതെങ്കിലും ബോളിവുഡ് സിനിമാ നടിമാരെ കണ്ടിട്ട് ഇവള് കള്ളു കുടിക്കുകയും പുക വലിക്കുകയും ചെയ്യുന്നതായിട്ട് സംശയിച്ചതായിരിക്കും. ഇവളെ കണ്ടാലും ഒരു ഹിന്ദി സിനിമ നടിയുടെ ലുക്കൊക്കെ ഉണ്ടല്ലോ. തമന്നയാണോ എന്ന് ചോദിച്ച് പലരും സെൽഫി എടുക്കാനൊക്കെ വന്നിട്ടുണ്ട് സത്യാമേ. തമന്നയോ? അതാരാ? അല്ല സത്യാമേ, ഞാൻ ഈ ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോ എടുത്ത വീഡിയോയാ. വീട്ടിൽ പോയപ്പോ എടുത്ത വീഡിയോയോ? അതിന് നീ എപ്പോഴാടി അവളുടെ വീട്ടിൽ പോയത്? ഉള്ള സത്യം പറഞ്ഞ സത്യയുടെ പേരും കൂടി പറയേണ്ടി വരും. അതോടെ സത്യാമ്മ എന്നെ അടിച്ചു കൊല്ലും. എടി, എപ്പോഴാ വീട്ടിൽ പോയെന്ന് പറയാൻ? ഭാമേ, മോളെ വിട് വിട്. പോയിക്കോണെ എന്റെ മുന്നിൽ നിന്ന്. ചെലെ പോ. അമ്മേ, സാരല്ല, പോട്ടെ, കരയണ്ട. ആ, വേറൊരു കാര്യം പറയാതിരിക്കാൻ തരവില്ല ശിവൻകുട്ടി സാറേ. ഇതിനു മുമ്പ് ഞാനൊരു ആലോചനയുമായി വന്നപ്പോ അത് മുടക്കി വിട്ടത് ഈ കൊച്ചാ. വിജയമാറേ, അതൊക്കെ അങ്ങ് വിട്ടേക്ക്. ചെറിയ കുഞ്ഞിന് പറ്റിയ ഒരു നാവ് പിഴ. ഞങ്ങൾക്ക് ഇത്തിരി അപമാനം ഉണ്ടായാലും ഞങ്ങൾ അതങ്ങ് സഹിച്ചു. സത്യാമ്മയുടെ കുടുംബമായിട്ട് ഒരു ബന്ധം ഉണ്ടാകുമെന്ന് വെച്ചാ അതല്ലേ വലിയ കാര്യം. ശിവൻകുട്ടി എന്നോട് ക്ഷമിക്കണം. കനകലതേ. അയ്യോ അയ്യോ, എന്താ സത്യാമ്മ ഇത്? അതല്ല ശിവൻകുട്ടി, കുഞ്ഞാണെങ്കിലും ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളാ നിങ്ങളെ അപമാനിച്ചത്. മനസ്സാ വാചാ കർമ്മണ തെറ്റൊന്നും ചെയ്യാത്ത ഈ കുട്ടിയെ അപമാനിക്കാൻ പാടില്ലായിരുന്നു. അപ്പൊ നീയാണല്ലേ ശാലിനിയുടെ അനിയത്തി ശ്യാമ? അതേടി, ഞാൻ തന്നെയാ ശാലിനിയുടെ അനിയത്തി. നിന്നെ ഇവിടെ വാഴിക്കാൻ പോകുന്നില്ല ഞാൻ. നമുക്ക് കാണാവടി, നിന്റെ ചേച്ചിയേക്കാൾ ഒരു ക്ലാസ് കൂടുതൽ പഠിച്ചവളാ ഞാൻ. അവൾക്കറിയാത്തൊരു ഡിഗ്രിയാ അത്. തെമ്മാടിത്തരവും കുതികാൽ വെട്ടും. ജയിക്കില്ല നീയെന്നല്ല, നിന്റെ ചേച്ചി പോലും. എന്നാ ഞാൻ പോയി വിഷ്ണുവിനെ വിളിച്ചോണ്ട് വരാം.
ശ്യാമേന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? വാ ഇവിടെ വന്നിരിക്കേ. ഞാനെപ്പോഴും ഇവിടെ തന്നെ ഉണ്ടല്ലോ മധുശ്രീ, എന്നെ ഇരുത്താൻ മെനക്കെടണ്ട. അപ്പൊ നീ പോരിനുറച്ചു തന്നെയാണല്ലേ? അതേടി, അത് തന്നെയാ നടക്കാൻ പോകുന്നത്. നീ കണ്ടോ? രാഘവ സാറേ, അങ്ങോട്ടും ഇങ്ങോട്ടും വല്ല ചോദിക്കാനും പറയാനും ഉണ്ടെങ്കിൽ ആവാം. എന്ത് ചോദിക്കാനോ വിജയകുമാറെ? സാധാരണ മനുഷ്യന്മാർ തമ്മിൽ കുശലം പറയുമ്പോഴേ ചൂടിന് കുറവുണ്ടോ, മഴ പെയ്യോ എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാം, സംസാരിക്കാം. ഇവിടെ ഇപ്പൊ അതിന് പ്രസക്തിയൊന്നുമില്ലല്ലോ. ഞങ്ങളുടെ ഏറ്റവും വലിയ നിധി ഞങ്ങളുടെ മക്കള് തന്നെയാ. അത് ചോദിച്ചാലേ ഇവർ വന്നേക്കുന്നതും. ആ, ഞങ്ങൾക്കും അങ്ങനെ തന്നെയാ രാഘവേട്ട. ഒരു പ്രായം കഴിഞ്ഞ ആണായാലും പെണ്ണായാലും കല്യാണം കഴിച്ചയക്കണം. അതിൽ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. ആ, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. രാഘവ സാറേ, ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കാണുമ്പോഴും അറയ്ക്കുമെന്ന് പറയാറില്ലേ? അത് തന്നെയാ ഇപ്പൊ ഇവിടുത്തെ അവസ്ഥ എന്നാ എനിക്ക് തോന്നുന്നത്. ഒരബദ്ധം പറ്റി, അത് തിരുത്താൻ വേണ്ടിട്ടല്ലേ ഇവിടെ ഇപ്പോ. വിജയകുമാറെ, ആവശ്യമുള്ള കാര്യങ്ങളെ കുറിച്ച് മാത്രം മതി സംസാരം. ഇയാൾക്കറിയാത്ത കാര്യങ്ങളൊന്നും എഴുന്നള്ളിക്കണ്ട. ഇയാൾക്കാണല്ലോ ശാലിനിയെ പറ്റി അവളുടെ അനിയത്തേക്കാൾ ആശങ്ക. ഹാ, ഞാനൊന്ന് വന്ന് കേറിക്കോട്ടെ, തീർത്ത് കൊടുക്കാം ചൊറിച്ചില്. ഫോണോടെ കുറെ മിസ് കോൾ വന്നിട്ടുണ്ടല്ലോ. കമലിൽ എന്തിനാണോ വിളിച്ചത്? വിഷ്ണു, എന്താ അവിടെ? അല്ല, കമലം വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചാൽ ഉടനെ തിരിച്ചു വിളിക്കാനാണ് എന്റെ ജില്ലാ കളക്ടറോ? എടാ, നിന്നോട് വരാനാ പറഞ്ഞത്. എടാ വരാന്, ഞാൻ പറഞ്ഞതൊക്കെ നീ മറന്നോ? വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.